ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ദിവസവും കൂടി നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആയിരിക്കുവാൻ നമുക്ക് കൃപ നൽകിയ ദൈവത്തെ ശിരസ്സ് നമിച്ച് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ നിങ്ങളൊരു കഥയിലൂടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം ലഭിക്കാത്തത്, പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം ഉള്ളതെന്ന് മറ്റുള്ളവരൊക്കെ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ എന്തോ ഞാനും നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ കോളേജ് കുട്ടികൾ ബസ് കയറുവാൻ കാത്തു നിൽക്കുകയാണ്. ആ മനുഷ്യൻ ഒരാഴ്ച ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമൊക്കെ കൂടി പരിശുദ്ധ കുമ്പസാരമൊക്കെ നടത്തി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളൊക്കെ അനുഭവിച്ച് കടന്നു വരുന്ന സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി സിഗരറ്റ് വലിക്കുകയും അദ്ദേഹത്തിനെ മയക്കുമരുന്ന് കൊടുത്ത് അവശതയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കാലിയടിച്ച ഒരു സംഭവം കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായി. ഇന്ന് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ യാചിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ലഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ള പ്രത്യേക ഭക്തിയും എല്ലാം ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. പ്രിയമുള്ളവരെ, അനേകം പരിശുദ്ധന്മാരുടെ ജീവിത ചരിത്രങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പരിശുദ്ധന്മാരുടെ എല്ലാം നേരായ വഴികളും എല്ലാവരും നമുക്ക് കാട്ടിത്തന്ന വിശ്വാസങ്ങളെല്ലാം നമുക്ക് ഇന്നേറെ പഠിക്കുവാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ മേഖലകളും ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഇതാരോ കാണിച്ചു കൂട്ടുവാൻ എന്നുള്ള ഇതാണ് ചര്യൻ. ഇത് നാടകമോ മറ്റ് സ്റ്റേജ് പ്രോഗ്രാമോ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദേവാലയത്തിൽ പോയി നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുവാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കേട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സ്വയം ഒന്ന് തീരുമാനിക്കുക. ഓരോ പരിശുദ്ധ കുർബാനയും ഇന്ന് എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് വലിയൊരു സമ്മാനമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഓരോ വിശുദ്ധ ബലിയിലും ഞാനും നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ആ പരിശുദ്ധ ബലിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. അതായിരിക്കണം
ഇനിയുള്ള നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കെല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നേ ദിവസം എനിക്കിതിനായിട്ട് അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ്. ജോസഫ് അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.